അപ്പം നമ്മുടെ ശുചിക്കുട്ടൻ ഉദ്ഘാടനമൊക്കെ ചെയ്തു. വളരെയധികം സന്തോഷത്തിലാണ്. പാലക്കാട് കോട്ട മൈതാനം ജില്ലാ ആശുപത്രിക്കും മുനിസിപ്പാലിറ്റിക്കും സമീപത്തായിട്ടാണ് 3 നേരം സൗജന്യ ഭക്ഷണശാല ഉദ്ഘാടനം നിർവഹിച്ചത്. ബിൽബോൺ പബ്ലിക് ട്രസ്റ്റാണ് ഇത് നടപ്പിലാക്കുന്നത്. പട്ടിണിരഹിത ഭാരതമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. മറ്റ് അനേകം നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഒരു കൂട്ടം നന്മ നിറഞ്ഞ വ്യക്തികളുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബാലാജി ഹോസ്പിറ്റലിന് സമീപത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി പാലക്കാട് വന്ന് ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇതിന്റെ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നത് ഇതിൽ ചേർന്നിട്ടുള്ള ഓരോ മെമ്പർമാരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രത്യേക ആപ്പിലൂടെ ദിവസേന 10 രൂപ സ്വരൂപിച്ചിട്ടാണ് പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ ശുചിക്കുട്ടനും ഇതിൽ മെമ്പറായി ചേർന്നിട്ടുണ്ട്. ശുചിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് സൗജന്യ ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളോട് ചോദിക്കാം. അപ്പോൾ എത്ര കാലമായി തുടങ്ങി ഒന്ന് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. 9ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 2 ഇയർ ബാക്ക്വേർഡ് ഉണ്ടായിരുന്നു. അത് ചെറിയൊരു മിസ്മാനേജ്മെൻറ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും പുതിയൊരു കമ്മിറ്റി രൂപീകരണത്തിൻ്റെ കീഴിൽ അതിശക്തമായിട്ട് കേരളത്തിലുടനീളം നമ്മൾ ചെയ്യാൻ പോകണം. അത് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അതുകൂടാണ്ട് നമ്മൾ എവരി പഞ്ചായത്തിൽ ഇതിൻ്റെ സബ് വരുന്നതാണ്. എവരി പഞ്ചായത്തിൽ ആപ്പ് ത്രൂ ആർക്കാണോ ഭക്ഷണം കിട്ടാത്തത് വെച്ചാൽ കഴിക്കാം. അത് പക്ഷേ അത് സ്ഥിരമല്ല. നമ്മൾ അവരെ കണ്ടെത്തി ഭക്ഷണം കഴിച്ച് പിന്നെ അവർക്ക് ആ ഒരു ഗതി ഇല്ലാത്തൊരവസ്ഥയിൽ ആക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ശക്തമായൊരു ടീമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എല്ലാവരും ആ ശക്തമായ ടീം മുന്നേറണം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഇന്ന് മുതൽ. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാവരും പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്നതാണ്. എല്ലാവരും ഇതിനെ സഹകരിച്ച് നമുക്ക് കേരളത്തിൽ ഒരാളും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തോടുകൂടി നമ്മൾ പുതിയ ടീം അംഗം ഇന്ന് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അവർ 9 വർഷമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തിരുന്നു. പക്ഷേ ആദ്യം ചെയ്യുന്ന പബ്ലിസിറ്റി കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ശേഷമാണ് പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനുള്ള പണമൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നത്? അത് ജനപങ്കാളിത്തമാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും സഹായിക്കാം. നമ്മൾ പൊതുജനങ്ങൾ സഹായിക്കാം. നമ്മളൊരു 1 lakh മെമ്പർമാർ പാലക്കാട് ജില്ലയിലെ സ്ഥിരം 10 രൂപ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന, മാസം 300 രൂപ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന നമ്മളെ ട്രസ്റ്റ് മെമ്പേഴ്സ് കൂടാണ്ട് നമുക്ക് അതാത് ജില്ലകളിൽ സ്ട്രോങ് ആയ ഒരു കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളാണ് അതാത് ജില്ല നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ ഇതിനെ പണം കണ്ടെത്തുന്നതും. പിന്നെ നല്ലവരായ ജനങ്ങളും നല്ല മനസ്സിലുള്ള ആൾക്കാരും നമുക്ക് മാക്സിമം നമ്മളായിട്ട് സഹകരിച്ച് ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്. അവരെ എല്ലാവരും സഹായിക്കാൻ മനസ്സ് വന്നിട്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് നമ്മൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിയാബുദ്ദീൻ തൃശ്ശൂർക്കാരനാണ്. പിന്നെ നമ്മൾ ഈ ഒരു ദൗത്യം സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വന്ന ഒരു പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ആ പട്ടിണിയുടെ വേദന തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ സംരംഭം തുടക്കം കുറിച്ചത്. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുന്നേ ഇതേ സ്ഥാപനത്തിൽ ഇത് റൺ ചെയ്തിരുന്നു. പക്ഷേ ചില സാഹചര്യം കൂടെ അത് അടക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ ഇതിൻ്റെ ട്രസ്റ്റിക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് എന്ത് സംഭവിച്ചാലും ഇതിനെ ആശ്രയിക്കുന്നവർ പട്ടിണിയാവരുത്. അതിനാണ് ഇവിടെ ശക്തമായ 14 പേരടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റിയും അതിനണ്ടുള്ള ഓരോ ജില്ലയിലും പിന്നെ ജില്ലാ കമ്മിറ്റികളും, ഓരോ ജില്ലയിൽ 7 പേരടങ്ങുന്ന ജില്ലാ കമ്മിറ്റികളും, അതിനണ്ടുള്ള കേരളത്തിലെ 78 താലൂക്കുകളിലും 78 താലൂക്ക് കമ്മിറ്റികളും, അതിന് താഴെ കേരളത്തിലെ 941 പഞ്ചായത്തിലും 87 മുനിസിപ്പാലിറ്റികളിലായിട്ട് 1028ഓളം ക്ലസ്റ്റർ കമ്മിറ്റികൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 1028 ക്ലസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഗവൺമെൻറ് കാണാൻ പറ്റും. 1028 ക്ലസ്റ്ററിൽ ഏകദേശം 7000-ലേറെ ഭാരവാഹികളുണ്ട്. ഈ ഭാരവാഹികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഏകദേശം 10 രൂപ ദിവസവും മാറ്റിവെക്കാൻ, ഒരു ചായ പോലും കുടിക്കാൻ കഴിയാത്ത പൈസ 10 രൂപ ദിവസം മാറ്റിവെക്കാൻ സാധിച്ചാൽ 10 ലക്ഷം മെമ്പേഴ്സ് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പോവുകയാണ്. ആ 10 ലക്ഷം പേര് 10 രൂപ ഡൊണേറ്റ് ചെയ്യുമ്പോൾ 1 കോടി രൂപ എല്ലാ ദിവസവും ഇവിടെ വരും. നാളെ നിയാബുദ്ദീൻ സാറിന് എന്ത് സംഭവിക്കും, നമുക്കെന്ത് സംഭവിക്കും? പക്ഷേ സിസ്റ്റം ബ്ലോക്കാവില്ല. ആ ഫണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന പട്ടിണി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നമുക്ക് ഞങ്ങൾ ലക്ഷ്യമെടുക്കുന്ന 5 വർഷം കൊണ്ട് കേരളത്തിൽ പട്ടിണി ഉണ്ടാകരുത്. അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ MSW PSW കഴിഞ്ഞവരും ജോലിക്ക് പഠനങ്ങൾ കഴിഞ്ഞ് ജോലി ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൻ്റെ സന്നദ്ധ സേവന മനോഭാവമുള്ളവർക്ക് ഇതിൻ്റെ ഭാഗമായി മാറാം. അവർക്ക് ട്രസ്റ്റ് ഹോണററിയം നൽകുന്നുണ്ട്. വെറുതെ അല്ല, വെറുതെ സേവനം മാത്രം ചെയ്താൽ നമ്മൾ ഒരു പട്ടിണിയാവും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹോണററിയം എല്ലാവർക്കും നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, പദ്ധതികൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇനി വയ്യാറില്ലെങ്കിൽ ഇത് മനസ്സിലാവും. കേരളത്തിലെയും രാജ്യത്തെ പല ഭാഗത്തും ആളുകൾ ഇതിൽ സംഘടനയിലുണ്ട്, ഇതിൽ പ്രവർത്തിക്കുന്നു. എല്ലാ
ഇതിന് സഹായിക്കുന്നവരെല്ലാ ഭാഗത്തും അത് നമ്മളെ ഇപ്പൊ അബ്രോഡിൽ നിന്നും വിദേശ ഫണ്ടുകളൊന്നും നമ്മൾ സ്വീകരിച്ചില്ല. CSR പോലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് പിന്നെ റെഫറൻസ് വന്നിട്ടുണ്ട് CSR അപ്ലൈ ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മൾ അതൊക്കെ ഒരു നിശ്ചിത സമയത്ത് അത് ഇപ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നിന്ന് പോകും, നമ്മുടെ പരിപാടി നിൽക്കും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ 10 ലക്ഷം പേരും 10 രൂപ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുള്ളവരുണ്ട്. അതൊരു ഓട്ടോപേ സിസ്റ്റമാണ്. ഇപ്പോൾ ഏട്ടന് ഓട്ടോപേ സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ 10 രൂപ 11 രൂപയായിട്ടോ 9 രൂപയായിട്ട് ഡൊണേറ്റ് ആവില്ല, 10 രൂപയായിട്ട് തന്നെ ഡൊണേറ്റ് ആവും. പക്ഷേ എല്ലാ ദിവസവും ഒരു ഇറിറ്റേഷനാണ് 10 രൂപ ഡൊണേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ സംവിധാനമാണ് ഈ പറഞ്ഞ ഹംഗ്രി ഫ്രീ ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഹംഗർ ഫ്രീ ആപ്പിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് എല്ലാ അതെങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന ഹോട്ടൽസാണ്. ഇപ്പോൾ പഞ്ചായത്തിലെ ഏതെങ്കിലും ഹോട്ടൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ ഒരു കടന്നു വരുന്ന ഒരു ഭക്ഷണം തേടിക്കൊണ്ട് കടന്നു വരുന്ന ആളെ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, എന്നിട്ട് പേര് ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിയറസ്റ്റ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത ഹോട്ടലിലേക്ക് അവർ പറഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായിട്ട് ആഹാരം കഴിച്ച് വിശപ്പെടുക്കാം. കുറച്ച് പേഴ്സണൽ ഡൗട്ട് ചോദിച്ചു. ഇതിപ്പോൾ എമൗണ്ട് അല്ലാണ്ട് ഫോർ എക്സാമ്പിൾ ഭക്ഷണ സാധനങ്ങൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ നമ്മൾ എടുത്തു പറയാനുള്ളത് ഇവിടുന്ന് ഭാരതി എന്ന് പറയുന്ന ഇവിടെ ഒരു പച്ചക്കറി ഷോപ്പുണ്ട്. അവിടെ നിസാരമായ പൈസക്ക് തന്നെ നമുക്ക് 100-200 അതായത് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ എക്സ്പെൻസ് മാത്രം എടുത്തുകൊണ്ട് 2 ചാക്ക് വെജിറ്റബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ അരികളായിട്ടും പലതും തരാൻ തയ്യാറുള്ളവരുണ്ട്. അതൊക്കെ ഈ ചടങ്ങുകളുണ്ടല്ലോ, ഈ പിന്നെ മരണച്ചടങ്ങുകൾ, ബർത്ത്ഡേ, അതിനൊക്കെ അവർ ഉള്ളവനെ തീറ്റുന്നതിന് പകരം ഇല്ലാത്തവരെ തീറ്റണമെന്ന ആശയത്തോടു കൂടിയിട്ട് വരുന്നവരുണ്ട്. അവരിവിടെ വന്ന് തരുന്നിട്ട് പറയും ഒരു പായസം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. സോ എവിടെയെങ്കിലും എക്സസ് ഫുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പം ഇല്ല, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അഷ്വറൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല, ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഒരു പിന്നെ കുറച്ച് കാലം 4 വർഷങ്ങൾക്ക് മുന്നേ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ വയനാട് ഏരിയകൾ, അട്ടപ്പാടി ഏരിയകളൊക്കെ പിന്നെ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു. അത് പൊടിച്ചോറാണ്. ഇവിടുന്ന് വാങ്ങുന്ന അപ്പത്തുകൊണ്ട് വിൽക്കുക ചെയ്യുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി വിളമ്പി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ മദ്യപിച്ച് വരുന്നവർക്ക് ആർക്കും ഇവിടെ ആഹാരമില്ല. അയിത്തം പ്രകടിപ്പിക്കുന്നതൊക്കെ ഒരാൾക്കും ഇത് പ്രവേശനമില്ല. ഇവിടെ വരുന്നവർ ചിലപ്പോൾ ദേഹത്ത് ചളിയുള്ളവനായിരിക്കാം, അവൻ്റെ കൂടെ ചേർന്നിരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭക്ഷണം ഇവിടെ വിളമ്പുള്ളൂ. അപ്പോൾ പരിപാടി നല്ല രീതിയിൽ വിജയിക്കട്ടെ. എല്ലാവരും വേണ്ടവരൊക്കെ കൂടെ നിന്ന് വേണ്ട സപ്പോർട്ടും സഹായമൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ദിൽദാറിനാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശം. ഞാനൊരു NRI ആയിരുന്നു. ഈ ട്രസ്റ്റിൽ അതിൻ്റെ കൂടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞാനിവിടെ പങ്കെടുക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ജാബിസ് എന്നാണ്. ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അക്ബർ ഭായിയായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഇവർ എന്നെ സമീപിച്ചത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയത്, ആ ഒരു സതുദ്ദേശം. പിന്നെ ഇവരുടെ ദീർഘവീക്ഷണം, പട്ടിണി രഹിത ഭാരതം എന്ന് പറയുമ്പോൾ ചിലവർ അതൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിലവർക്ക് പുച്ഛമായിരിക്കും. ചിലവർ അങ്ങനെ പട്ടിണിയൊക്കെ ഉണ്ടോ, പട്ടിണി കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ചവരുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരിനെ കാണാൻ പോയപ്പോൾ കുറച്ച് ചെറുതായിട്ടുള്ള അവഗണനയൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നവരുടെ അടുത്ത് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പട്ടിണി ഇല്ലാത്തതുകൊണ്ട് വേറെ ആർക്കും പട്ടിണി ഇല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അന്നദാനമാണെങ്കിലും അമ്പലത്തിൽ അന്നദാനമാണെങ്കിലും ഒരു നീണ്ട ക്യൂ ഒക്കെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും പട്ടിണി ഉള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ പട്ടിണി ഇല്ലെങ്കിലും ഈ ഒരു ഫ്രീ ഫുഡ് ഹോട്ടൽ നമ്മൾ അർഹതപ്പെട്ടവർക്ക് അല്ലാത്തവർ വന്ന് കഴിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ 70 രൂപ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോൾ പിന്നെ ഇൻസെർട്ടൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ഫോർമാറ്റിൽ നടക്കുകയാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സഹായമായിരിക്കും. നമുക്കിവിടെ വരുന്നവർ എന്താണെങ്കിലും ആ ഒരു ചെറുതായിട്ടെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുക, കഴിയാവുന്നത്ര സഹായങ്ങൾ ചെയ്യുക, പിന്നെ നമ്മുടെ ഒരു വിഷൻ്റെ കൂടെ നിൽക്കാം. ഓക്കെ, താങ്ക് യു. അക്ബർ ഭാഷാണ്, പാലക്കാട് തന്നെയാണ്, കച്ചവടമാണ്. പിന്നെ ഇതിൽ ഇയാബായിട്ടുള്ള ഒരു കുറേ കാലത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ കൂടെ കുറേ പേരെയും കൂട്ടി അങ്ങനൊരു കാര്യത്തിന് ഞങ്ങൾ മുന്നോട്ട് വന്നു. നല്ല കാര്യമാണ്, നിങ്ങളെല്ലാവരും സഹകരിക്കുക. എൻ്റെ പേര് റിയാസാണ്, സ്വദേശം കാസർഗോഡാണ്. യാത്രയിൽ കൂടെയാണ് നിയാബിനെ പരിചയപ്പെട്ടത്. അന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. എല്ലാ സപ്പോർട്ടോടും കൂടെ നിന്നു. വണ്ടിത്താവളത്താണ്. കഴിഞ്ഞ സംരംഭത്തിലും ഞാനിവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിയാബിൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം കറക്റ്റായി ഇത് വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് എൻ്റെ പേര് അരുൺ. ഞാൻ എറണാകുളം സ്ഥലം ആലുവ.
ഞാൻ നിയാബയ്ക്കായിട്ട് 2018 ഞങ്ങൾ തുടങ്ങിയ ആ സംരംഭം മുതൽ ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനിപ്പോൾ ഇവരെല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് സഹകരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം 10 രൂപ സേവ് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആർക്കില്ല. കാരണം ഇപ്പോൾ നമുക്ക് ചായ കുടിക്കുന്ന ചായക്ക് 15 രൂപ കൊടുക്കണം. 5 ചായ കുടിക്കുന്നവൻ 2 ചായ കുടിച്ച് ബാക്കി 3 ചായയുടെ ക്യാഷ് ബാക്കി വെച്ചിരുന്നാൽ ഇതിലേക്ക് നമുക്ക് എടുക്കാം. ഒരു 10 സിഗരറ്റ് വലിക്കുന്നവർ 5 സിഗരറ്റ് വലിച്ച് 5 സിഗരറ്റിൻ്റെ പൈസ നമുക്ക് എടുക്കാം. ഇതുപോലെ ചെയ്യാൻ പറ്റും പല കാര്യങ്ങളായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സേവനം ചെയ്യാൻ ഞങ്ങളൊരു അവസരം തരും. ഞങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഈ പാലക്കാട് ഞങ്ങൾക്കൊരു വൻ വിജയമാക്കി തരിക. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പേരിലും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ഈ ജനങ്ങളുടെ പേരിലും എല്ലാവരുടെയും പേരിൽ ഞങ്ങൾക്ക് ഇനി വരുന്ന ആളുകളുടെ പേരിലും ഞങ്ങളെല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും ഇനിയും നിങ്ങളാൽ പല ആൾക്കാരെയും കൊണ്ടുവരണം. ആ കൊണ്ടുവന്നിട്ട് ശ്രീകൂടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാറിലിരിക്കണം. അദ്ദേഹം അത്രയും നേരം ആ കാറിലിരുന്ന് ചൂടുകൊള്ളുകയാണ്. അദ്ദേഹത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയമായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അതുമാത്രമല്ല നിങ്ങളെല്ലാവരും പലരോടായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ സഹകരിക്കാൻ എല്ലാവരെയും നിങ്ങളെല്ലാവരും കൊണ്ടുവരിക. നമുക്കൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇതിനെ കാണുക. എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. ഞങ്ങൾ ഈ 12 പേരോ അല്ലെ 10 പേരോ അല്ല, നിങ്ങളെല്ലാവരുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. എല്ലാവരും സഹകരിക്കുക. നന്ദി. ട്രസ്റ്റിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നന്ദി. ഞാൻ പറഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. സ്റ്റേറ്റിൽ പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാ ജില്ലയിൽ നിന്നും സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിൽ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അത് കരുത്തരായ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. നിസാറാണ് കോഴിക്കോടിനെ നയിക്കുന്നത്. നിസാറാണ് കോഴിക്കോട് നിന്ന്. ഇങ്ങനെ ഇൻബോണിൻ്റെ ഒരു ആശയവും ഇതിൻ്റെ ഒരു പദ്ധതിയും ഇതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള വിഷനൊക്കെ കണ്ടിട്ടാണ് നമ്മളിതിലേക്ക് ഇൻസ്പയർ ആയത്. നാട്ടിലെ ബിസിനസ്സാണ്. എന്തായിരുന്നാലും പാലക്കാട് ഫസ്റ്റ് റീഓപ്പൺ ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. നെക്സ്റ്റ് ഇല്ലെങ്കിൽ ഒരു 2 or 3 തവണ കാലിക്കറ്റിലേക്ക് ഈ ഒരു സംരംഭം കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കോഴിക്കോട് നേരത്തെ പറഞ്ഞിട്ട് പിന്നെ എല്ലാ രീതിയിലും നമ്മൾ അച്ചീവ് ആണെങ്കിലും ഉള്ളിനുള്ളിൽ ഇൻസൈഡൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഒട്ടനവധി ആളുകൾ ഉണ്ടാവും പിന്നോട്ട് നിൽക്കുന്നത്. അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാം. പട്ടിണി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. എന്തായാലും പാലക്കാടിന് തുടങ്ങി കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇതിൻ്റെ ഒരു പദ്ധതി കൊണ്ടുവരാനാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ആ പദ്ധതിയും ആശയവും എല്ലാം വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാവുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിചയപ്പെടുത്ത് കുറച്ചു കാലമായി. ഇതിൻ്റെ മുന്നിൽ നേരത്തെ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനിതിൽ മെമ്പറായിരുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂടെ സഹകരിക്കാൻ ഇതായിട്ടുണ്ട്. ഇതിൽ പൈസ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരും എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഫണ്ടിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾക്കിത് നിർത്തേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ നന്നായിട്ട് സഹകരിക്കുക. ഫണ്ട് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കിത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഫണ്ട് ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്കെല്ലാം ബുദ്ധിമുട്ട് വരിക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഈ കൂട്ടായ്മയിൽ കഴിയുന്നവരെല്ലാവരും ചേർത്ത് പിടിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലും എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്